ഓ ബല്ലെ ബല്ലേ പഞ്ചാബി സോങ് ഒക്കെ ആയിട്ട് നമ്മളിന്നൊരു പഞ്ചാബി ധാബയിലേക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. എറണാകുളത്തുള്ള കടവന്ത്ര ജവഹർ നഗർ റോഡിലുള്ള സേത്തിക്ക ധാബയിലാണ് നമ്മൾ പോകുന്നത്. റിയൽ പഞ്ചാബിയൻസ് തന്നെയാണ്. അവരിവിടെ കേരളത്തിൽ വന്ന് സെറ്റിലായവരാണ്. ന്യൂസിലൊക്കെ വന്നിട്ട് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നവർ തന്നെയായിരിക്കും. അവരുടെ ഒതൻറ്റിക് ഫുഡാണ് അവരിവിടെ കൊടുക്കുന്നത്. ഒരു ഡാബ സ്റ്റൈൽ, ശരിക്കും ഒരു പഞ്ചാബ് ഫീൽ വരുന്ന ആ ഒരു വൈബ് നമുക്ക് അതിനുള്ളിൽ കയറി കഴിയുമ്പോൾ കിട്ടും കേട്ടോ. ആ സോങ് ഒക്കെ ഇട്ട് ഇൻറ്റീരിയറൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ഓണറാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ടേബിളിൽ വന്ന് അവർക്ക് നമുക്ക് എന്തെങ്കിലും ഫുഡിന് സംശയം ഉണ്ടെങ്കിൽ അവരത് വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് എന്ത് കഴിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു തരും. അതും നല്ല മലയാളത്തിൽ തന്നെ, പച്ച മലയാളത്തിൽ നന്നായിട്ട്, നമ്മളെക്കാൾ നന്നായിട്ട് അവർ മലയാളം സംസാരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അവിടെ സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, റൈസ് ഉണ്ട്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പറാത്താസ്, പിന്നെ ചിക്കൻ, അതിൻ്റെയൊക്കെ പഞ്ചാബി സ്റ്റൈലിലുള്ള ഓരോ ഫുഡ് കാര്യങ്ങൾ, ദെൻ ഡെസേർട്ടും അങ്ങനെയാണ് വരുന്നത്. പിന്നെ ലസ്സി കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് പഞ്ചാബി ചിക്കൻ, ബട്ടർ റൊട്ടി, ബട്ടർ നാൻ, ലസ്സി ഓർഡർ ചെയ്തു. സൂപ്പർ ലസ്സി ആയിരുന്നു കേട്ടോ. ദെൻ മട്ക കുൽഫി, ഗുലാബ് ജാമുൻ, എല്ലാം നല്ല ഒരു ഡിഫറെൻറ്റ് ടൈപ്പ്. നമ്മൾ വേറെ എറണാകുളത്തൊക്കെ നോർത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞ് കഴിക്കുന്ന ഫുഡിനേക്കാളും നന്നായിട്ട് ടേസ്റ്റ് വ്യത്യാസം നമുക്കറിയാൻ പറ്റും. സൂപ്പറായിരുന്നു. ദെൻ അവിടെ നിന്ന് നടന്ന അടുത്തൊരു വൈറൽ സ്പോട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ബൺ ബോയ്, കലൂർ കത്രിക്കടവ് റോഡിലുള്ള ഫലൂദ നേഷനടുത്തുള്ള ബൺ ബോയ്. ഇൻമെയ്ഡ് ബൺസിൽ ചോക്ലേറ്റ്, കുനാഫ, ദെൻ ചീസൊക്കെ ഫിൽഡ് ആയിട്ടുള്ള ബൺസാണ് അവർക്ക് പ്രധാനമായിട്ട് വരുന്നത്. സ്വീറ്റ് മാത്രമല്ല, സേവറി ഐറ്റംസ് ഉണ്ട്, ബർഗർ, സാൻഡ്വിച്ച്, അതുപോലുള്ള ഐറ്റംസ്, ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹോട്ടും കോൾഡ് ആയിട്ടുള്ള ബെവറേജസ് ഒക്കെ ഉണ്ട്. ഞങ്ങളൊരു കടക് ചായ, പീച്ച് ഐസ് ടീ, ഒരു ചിക്കൻ ടിക്ക സാൻഡ്വിച്ചാണ് കഴിച്ചത്. സോഫ്റ്റ് ആയിരുന്നു. ഹൈപ്പ് മാത്രമല്ല കേട്ടോ, വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഒരു ഫുഡ് സ്പോട്ട് തന്നെയാണ്.